നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തുടർഭരണമോ ഭരണമാറ്റമോ എന്നറിയാൻ ഇനി 25 ദിവസത്തെ കാത്തിരിപ്പ്. ജനഹിതം പെട്ടിയിലായതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. മാഹിയിൽ വോട്ടിംഗ് സമാധാനപരം. സജ്ജീകരിച്ചത് 31 പോളിംഗ് സ്റ്റേഷനുകൾ. കഴിഞ്ഞ 10 വർഷം ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തതെന്നും ആ യാത്ര തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2021 ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി. തുടർഭരണം ഒരിക്കലും അനുവദിക്കില്ലെന്നും UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നും കെ സുധാകരൻ MP. വിജയം 100% ഉറപ്പാണെന്നും KS. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തുടർഭരണമോ ഭരണമാറ്റമോ എന്നറിയാൻ ഇനി 25 ദിവസത്തെ കാത്തിരിപ്പ്. ജനഹിതം പെട്ടിയിലായതോടെ കൂട്ടിയും കിഴിച്ചും വിലയിരുത്തുകയാണ് മുന്നണികൾ. പൊള്ളുന്ന കാലാവസ്ഥയിലും കനത്ത പോളിംഗാണ് കണ്ണൂരടക്കം രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം അവസാനിച്ചു. എന്നാൽ ഇപ്പോഴും ക്യൂവിൽ നിരവധി ആളുകളാണ് പലയിടത്തുമുള്ളത്. വൈകിട്ട് 7 മണിവരെ കേരളത്തിൽ 76.1% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. എറണാകുളം ജില്ലയിലാണ് കനത്ത പോളിംഗ്. കാസർഗോഡും പത്തനംതിട്ടയിലുമാണ് പോളിംഗ് കുറവ്. മെയ് 4-നാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കുക. 883 സ്ഥാനാർത്ഥികൾ 23 ദിവസം നടത്തിയ ചൂടേറിയ പ്രചരണത്തിനൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തിയത്. 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 2.71 കോടി വോട്ടർമാരാണ് വിധി എഴുതിയത്. സംസ്ഥാനത്താകെ 2,71,00,000 പേരാണ് വോട്ടർ പട്ടികയിലുള്ളത്. 1000-ഓളം പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടർമാരുടെ ക്യൂ തുടരുന്നതിനാൽ മികച്ച കണക്കിലേക്ക് കേരളത്തിലെ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് പ്രതീക്ഷ. 80% മുകളിൽ പോളിംഗ് കേരളത്തിൽ ഉറപ്പിക്കാമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. 1960-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ 85.72% സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ്. 1987-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അവസാനമായി പോളിംഗ് ശതമാനം 80 കടന്നത്. 80.5% 87-ലെ പോളിംഗ് നില. 74.06% 2021-ലെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം. കണ്ണൂരിൽ പോളിംഗ് ശതമാനം 76% പിന്നിട്ടു. പലയിടത്തും വോട്ടിംഗ് അവസാനിച്ചിട്ടില്ലാത്തതിനാൽ പോളിംഗ് ശതമാനം രാത്രി വൈകി മാത്രമേ കൃത്യമായി കണക്കാക്കാനാകൂ. കണ്ണൂരിൽ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമൊരുക്കാൻ ജില്ലയിലെ പോലീസ് സേനയെ കൂടാതെ 37 കമ്പനി കേന്ദ്രസേനയും ഉൾപ്പെടെ ബൂത്തുകളിൽ നിലയുറപ്പിച്ചത് 6000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ. ഇതിനു പുറമെ മുഴുവൻ ബൂത്തുകളിലും വെബ് കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിരുന്നു. സിറ്റി പരിധിയിൽ കേന്ദ്രസേനയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പോലീസും 20 കമ്പനി കേന്ദ്രസേനയും ഉൾപ്പെടെ 1500 പേർ സുരക്ഷ നിർവഹിച്ചു. ഇതിനു പുറമെ 1300 സ്പെഷ്യൽ പോലീസും ഉണ്ടായി. റൂറൽ മേഖലയിൽ 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചത്. 771 പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. ബൂത്തുകൾക്ക് കേന്ദ്രസേനയുടേത് ഉൾപ്പെടെ പ്രത്യേക സുരക്ഷ ഒരുക്കിയിരുന്നു. പോലീസിനു പുറമെ 493 മൈക്രോ ഒബ്സർവർമാരെ പ്രശ്നബാധിത ബൂത്തുകളിൽ നിയോഗിച്ചിരുന്നു. പലയിടത്തും ഡ്രോൺ പട്രോളിംഗും ഉണ്ടായി. തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ജില്ലയിലെ 2183 പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണ ശേഖരണ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, വളണ്ടിയർമാർ എന്നിവർക്ക് ഭക്ഷണം വിതരണം ചെയ്യേണ്ട ചുമതല കുടുംബശ്രീക്കായിരുന്നു. ബുധനാഴ്ച മുതൽ വ്യാഴാഴ്ച രാത്രി വരെ ഊണും ചായയും ലഘുഭക്ഷണവും നൽകി. ചായക്കും ലഘുഭക്ഷണത്തിനും 24 രൂപ, ചായ ഉൾപ്പെടെ പ്രഭാത ഭക്ഷണം 70 രൂപ, മീൻകറി ഉൾപ്പെടെ ഉച്ചഭക്ഷണം 60 രൂപ, രാത്രി ഭക്ഷണം 60 രൂപ എന്നിങ്ങനെയായിരുന്നു നിരക്ക്. ആവശ്യക്കാർക്ക് വെജിറ്റബിൾ ബിരിയാണി നൽകുന്നതിനും ക്രമീകരണം ഒരുക്കിയിരുന്നു. എല്ലാവർക്കും ബെഡ് കോഫിയും ഏർപ്പെടുത്തി. ജില്ലാ കുടുംബശ്രീ മിഷന്റെ കീഴിലുള്ള 500-ൽ-അധികം സംരംഭകർക്കും ജനകീയ ഹോട്ടൽ, പ്രീമിയം കഫേ, കുടുംബശ്രീ ക്യാൻറ്റീനുകൾ എന്നിവയ്ക്കുമാണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല നൽകിയത്. ഹരിത ഇലക്ഷന്റെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ട് ഹരിത പ്രോട്ടോകോൾ പാലിച്ച് ഭക്ഷണം വിതരണം ചെയ്യാനാണ് സംരംഭകർക്ക് നിർദ്ദേശം നൽകിയത്. കുടുംബശ്രീ കഫേകളും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളും കേന്ദ്ര നിരീക്ഷകരും മറ്റു ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിപുലമായ ഫുഡ് കോർട്ട് സജ്ജീകരിക്കാൻ ആവശ്യമായ ഏർപ്പാടുകൾ കുടുംബശ്രീ മിഷൻ ചെയ്യുന്നുണ്ട്. മാഹിയിൽ വോട്ടിംഗ് സമാധാനപരം. 31 പോളിംഗ് സ്റ്റേഷനുകളാണ് മാഹിയിൽ സജ്ജീകരിച്ചത്.
കേന്ദ്ര സേനയുൾപ്പെടെ സുരക്ഷയ്ക്ക് എത്തിയിരുന്നു. രാവിലെ മുതൽ തന്നെ മാഹിയിലെ മിക്ക ബൂത്തുകളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് മിക്കയിടങ്ങളിലും വോട്ട് ചെയ്യാനെത്തിയത്. മാഹി മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ഇക്കുറി നടന്നത്. കോൺഗ്രസും BJPയും LDF സ്വതന്ത്രനും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സിറ്റിംഗ് MLA ആയ രമേശ് പറമ്പത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. LDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് T. അശോക് കുമാറും BJP സ്ഥാനാർത്ഥിയായി അങ്കവളപ്പിൽ ദിനേശനുമാണ് മത്സരിച്ചത്. മുസ്ലിം ലീഗ് ഇവിടെ വേറിട്ട് മത്സരിച്ചു. പുതുച്ചേരിയിലും ഇക്കുറി ശക്തമായ മത്സരമാണ് നടന്നത്. കഴിഞ്ഞ 10 വർഷം ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തതെന്നും ആ യാത്ര തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി RC അമല ബേസിക് UP സ്കൂളിൽ 194-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2021 ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബസമേതമെത്തിയാണ് രാവിലെ 8 മണിയോടെ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. ഭാര്യ കമല, മകൾ വീണ, മകൻ വിവേക്, മരുമകൾ ദീപ എന്നിവരും വോട്ട് ചെയ്തു. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തത്. ആ യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിലും തുടരുന്നത്. കഴിഞ്ഞ 10 വർഷമെടുത്താൽ 2016 ജനങ്ങൾ നൽകിയതിനേക്കാളും കൂടുതൽ സീറ്റാണ് 2021 LDFന് നൽകിയത്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം തന്നെയായിരുന്നു. ഒരു സംശയവുമില്ല, 2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് ഇത്തവണ ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. നമുക്ക് ഒരു വികസിത കേരളം, അതാണ് ഞങ്ങൾ LDF പറഞ്ഞ നവകേരളം. അത് ഒരു സ്വപ്നമല്ല, സാധ്യമാക്കാവുന്ന ഒരു പദ്ധതിയാണ്. അതിലേക്ക് നമുക്ക് നീങ്ങാം. 2031 കേരളം എങ്ങനെയാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതുമാണ്. തുടർഭരണം ഒരിക്കലും അനുവദിക്കില്ലെന്നും UDFന് 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ എത്താൻ കഴിയുമെന്നും K. സുധാകരൻ MP. വിജയം 100% ഉറപ്പാണെന്നും K. സുധാകരൻ MP തോട്ടട കേഴുന്ന സൗത്ത് UP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. പറഞ്ഞില്ലേ 100%ആണത്. ആ 100%ത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അതിനെങ്ങനെ കുറഞ്ഞ ദിവസമല്ലേ വേണ്ടൂ, അധിക ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആരാ ഭരിക്കുന്നത്. പേരാവൂരൊന്നും ഒരട്ടിമറി നടക്കാൻ സാധ്യതയില്ല. ഞാൻ ഇന്നലെ ഒന്നും അല്ല, ഞാനത് ആ ഭാഗം പരിശോധിച്ചതാണ്. ആ പരിശോധനയിലൊന്നും വലിയ അപാകതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജയിക്കും. സണ്ണി വക്കീലിനെതിരായിട്ടുള്ളൊരു വികാരത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും ചോദിക്കുന്നതും എല്ലാം. അത് അസത്യമാണ്, അത് ശരിയല്ലാത്ത വാർത്തയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവിടെ ദയവായി അത് ഇന്നെങ്കിലും അവസാനിപ്പിക്കുക. ഏത് കത്ത്? കത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ആശങ്കയൊന്നുമില്ല. കത്ത് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ഇടതുമുന്നണി മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നും തലശ്ശേരിയിലെ ഭൂരിപക്ഷം 1.5 ലക്ഷം പിന്നിടുമെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. പാറാൽ LP സ്കൂളിൽ ബൂത്ത് 113-ൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ഇവിടെ ആദ്യമായാണ് ഒരു പ്രതിപക്ഷം അഴിമതി ആരോപണം നേരിടുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ 113-ാം നമ്പർ ബൂത്തിൽ നിന്ന് കുടുംബവുമൊത്ത് വോട്ട് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിൻ്റെ അധികാരത്തിൽ തിരിച്ചു വരും. ഒപ്പം തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം 1.5 ലക്ഷം പിന്നിടും. ഇവിടെ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അഴിമതി ആരോപണം നേരിടുന്നത്. അഴിമതി ആരോപണം മാത്രമല്ല, അഴിമതിയാണ്. വളരെ പരസ്യമായി തെളിഞ്ഞിരിക്കുന്നു. വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയിലും വേണ്ടി പിരിച്ച ഫണ്ട്, ആ പിരിച്ച ഫണ്ടിന് കണക്കില്ല. അത് ചോദിക്കുമ്പം 3 പേർ 3 ഉത്തരം പറയുകയാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിൽ ഞങ്ങൾ കുഴിച്ചുമൂടും. ഇവിടെ എന്തെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും എത്ര തന്നെ പണം കൊണ്ടൊഴുക്കിയാലും കേരളത്തിലെ ജനങ്ങളെ വിലക്കെടുക്കാൻ സാധിക്കില്ല എന്ന് BJPക്ക് മെയ് 4 ബോധ്യപ്പെടും. അവർക്ക് 0 ഇത്തവണ ലഭിക്കാൻ പോകും. അതോടൊപ്പം കേരളത്തിൽ LDF ചരിത്ര ഭൂരിപക്ഷം നേടി ഒരു 3rd ടേം കൺസിക്യൂട്ടീവായി 3ാം ടേമും കേരളത്തിൻ്റെ അധികാരത്തിൽ വരുമെന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. തലശ്ശേരിയിൽ ചരിത്രം ആവർത്തിക്കുമെന്ന് LDF തലശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി കാരായി രാജൻ. കതിരൂർ ഗവൺമെൻറ് LP സ്കൂൾ പുല്യോട് 32ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കാരായി. വ്യക്തികളെ അധിക്ഷേപിക്കാതെ രാഷ്ട്രീയ സദാചാരമുയർത്തിയുള്ള പ്രചരണമാണ് നടത്തിയതെന്നും കാരായി രാജൻ പറഞ്ഞു. ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടി, മണ്ഡലത്തിൻ്റെ സമഗ്ര പുരോഗതിക്കായി കേരളത്തിൽ നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ മതനിരപേക്ഷത സംരക്ഷിക്കാനുമുള്ള സമ്മതിദാനമാണ് രേഖപ്പെടുത്തുന്നത് ജനങ്ങൾ. തീർച്ചയായും തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടാവുക. അതൊരു ചരിത്ര വിജയമായിട്ട് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളെല്ലാം പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടൊപ്പം അണിനിരന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അവർ അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങളൊക്കെ ഇന്ന് രേഖപ്പെടുത്തും. തീർച്ചയായിട്ടും ഞങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയവും ക്ഷേമത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും രാഷ്ട്രീയം മാത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിന് കൃത്യമായും തീർച്ചയായും ജനങ്ങളുടെ പിന്തുണയുണ്ടാവും. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ വ്യക്തികളെയോ അധിക്ഷേപിക്കുന്ന ഒരു പ്രചരണവും വീടുകളിലോ സമൂഹത്തിലോ നടത്താതെ ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ സദാചാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് LDF പ്രവർത്തകർ ഈ മണ്ഡലത്തിലുടനീളം നടത്തിയിട്ടുള്ളത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707, 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. മാഹി നിയോജക മണ്ഡലം മതേതര പുരോഗമന മുന്നണി സ്ഥാനാർത്ഥി രമേശ് പറമ്പത്ത് പള്ളൂർ ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ പോളിംഗ് ബൂത്തിൽ ഭാര്യയോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം ഇത്തവണ പോളിംഗ് ശതമാനം നല്ല രീതിയിൽ ഉയരുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മാഹി നിയോജക മണ്ഡലം എക്കാലവും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുള്ള മണ്ഡലമാണെന്നും മാഹിയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം വോട്ടിംഗ് ശതമാനത്തിൽ പ്രകടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് പോളിംഗ് ദിവസമായ ഇന്ന് മാഹി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് നല്ല പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ മണ്ഡലത്തിൻ്റെ വിവിധ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചപ്പോൾ വളരെ എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത് തീർച്ചയായും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാഹിയെ സംബന്ധിച്ച് മാഹി എന്നും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന നിയോജക മണ്ഡലമാണ്. ഈ തവണയും ഈ നിയോജക മണ്ഡലം കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നമ്മുടെ ഈ പോളിംഗ് ശതമാനം, ഈ പോളിംഗ് സ്റ്റേഷനിലെ തിരക്ക് എന്നാണ് മനസ്സിലാവുന്നത്. ഏറെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ മാഹി നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മാഹി നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് T. അശോക് കുമാർ മാഹി ഫ്രഞ്ച് സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം മാഹിയിലെ എല്ലാ ബൂത്തുകളും സന്ദർശിച്ചപ്പോൾ എല്ലായിടങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടതായി പറഞ്ഞു. ഇത്തവണ മികച്ച പോളിംഗ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. LDFന് മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നും നല്ലൊരു വിജയം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടുംബത്തോടെ വന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല വിശ്വാസമുണ്ട്. മാഹി ഇത് കണ്ട ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ജയിച്ചു കഴിഞ്ഞാലും ജനങ്ങളോട് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും. മാഹി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ A. ദിനേശൻ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി.
രാവിലെ 7 മണിയോടെ പള്ളൂർ സബ് സ്റ്റേഷൻ പരിധിയിലെ 21 നമ്പർ പോളിംഗ് ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. വോട്ടെടുപ്പിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ദിനേശൻ മാഹിയിൽ NDAക്ക് മികച്ച വിജയം നേടാനാകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പുതുച്ചേരിയിൽ NDAക്ക് തുടർ ഭരണം ഉറപ്പാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. വോട്ട് ചെയ്തു. ആദ്യത്തെ വോട്ടാണ് ഈ ബൂത്ത് നമ്പർ 21. ഞങ്ങൾക്ക് അതിയായ ആത്മവിശ്വാസമുണ്ട്. ഇന്നലെ വരെയുള്ള ജനസമ്പർക്കത്തിൽ മയ്യഴി ജനത മാറ്റത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ഇന്ന് മുഴുവൻ പോളിംഗ് ബൂത്തുകളിൽ നടക്കും. മെയ് 4 അത് ജനങ്ങൾ തിരിച്ചറിയും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പുതുച്ചേരി ആഭ്യന്തരമന്ത്രിയുമായ ഇ വത്സരാജ് മാഹി CE ഭരതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. രമേശ് പറമ്പത്ത് വീണ്ടും മാഹി MLA ആയി തുടരുമെന്ന് ഇ വത്സരാജ് പറഞ്ഞു. എൻ്റെ സമ്മതിദാനാവകാശം ഞാൻ വിനിയോഗിച്ചു. പ്രിയങ്കരനായ രമേശ് പറമ്പത്ത് ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനാധിപത്യ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ രമേശിന് വോട്ട് ചെയ്യും. ആ വോട്ടിൻ്റെ വിജയമാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തുന്നത് ഓരോ പൗരൻ്റെയും കടമയാണെന്നും എല്ലാവരും ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും എഴുത്തുകാരൻ M. മുകുന്ദൻ. പോളിംഗ് ബൂത്തിലുണ്ടായ തിരക്ക് ജനങ്ങളിൽ തെരഞ്ഞെടുപ്പിനോടുള്ള താൽപ്പര്യം പ്രകടമാണെന്നതിനുള്ള തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളൂർ കസ്തൂർബ ഗാന്ധി ഹൈസ്കൂൾ ബൂത്ത് നമ്പർ 24 ഭാര്യയോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുകുന്ദൻ. അങ്ങനെ ഞാനും വോട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഇവിടെ പള്ളൂരിൽ വോട്ട് ചെയ്യുന്നത്. ഇതുവരെ മാഹിയിലായിരുന്നു. പക്ഷേ 5 വർഷം മുമ്പ് പള്ളൂരിലേക്ക് താമസം മാറി. അതോടുകൂടി എൻ്റെ പോളിംഗ് ബൂത്തും മാറി. പിന്നെ വോട്ട് ചെയ്തു. അതിനുള്ള പ്രൂഫാണിത്. വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ്. പക്ഷേ നല്ല കടമ കൂടിയാണ്. എല്ലാവരും വോട്ട് ചെയ്യണം. ഇനി വരാൻ 5 വർഷം നമ്മുടെ വോട്ടിൻ്റെ ബലത്തിലാണ് സർക്കാർ വരുന്നതും നമ്മൾ ഭരിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് അത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു. ധാരാളം ആളുകൾ 7 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ താല്പര്യമുണ്ടെന്നുള്ളതാണ്. അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും അവർ അത്ര കാലത്ത് തന്നെ ഇവിടെ വന്ന് വരി നിൽക്കുന്നത്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കാം. കൂത്തുപറമ്പ് മണ്ഡലം സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഇതിനുശേഷമാണ് സ്ഥാനാർത്ഥികൾ മറ്റ് ബൂത്തുകളിലെത്തി വോട്ടർമാരെ കണ്ടത്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയോടെ ഇടത് വലത് മുന്നണികൾ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ NDAയും വ്യക്തമാക്കുന്നു. പാനൂർ UP സ്കൂളിൽ ആദ്യ വോട്ടറായി LDF സ്ഥാനാർത്ഥി PK പ്രവീൺ വോട്ട് രേഖപ്പെടുത്തി. LDF സംസ്ഥാനത്ത് ചരിത്ര വിജയം നേടി 3ാം തവണയും അധികാരത്തിലെത്തുമെന്ന് പ്രവീൺ പറഞ്ഞു. കൂത്തുപറമ്പ് LDF നിലനിർത്തും. മികച്ച ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും PK പ്രവീൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്ത് 3ാം ഊഴത്തിലേക്ക് ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തുമെന്ന് 100% ഉറപ്പിൻ്റെ മുകളിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളും മറ്റും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. ഈ നിയോജക മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ വയനാട് ബത്തേരിയിലെ ചേലംകൊല്ലി പാമ്പ്ര മരിയനാട് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് മണ്ഡലത്തിൽ എത്തിയത്. ഒട്ടുമിക്ക ബൂത്തുകളിലും സ്ഥാനാർത്ഥി നേതാക്കളോടൊപ്പം സന്ദർശനം നടത്തി. അനുകൂലമായ പ്രതികരണമാണ് CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ലഭിച്ചതെന്ന് സ്ഥാനാർത്ഥി ജയന്തി രാജൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂത്തുപറമ്പ് UDF നേടുമെന്നും സംസ്ഥാനത്ത് UDF അധികാരത്തിലേറുമെന്നും ജയന്തി രാജൻ ആത്മവിശ്വാസത്തോടെ രാവിലെ തൊട്ട് നല്ല കനത്ത പോളിംഗ് ആണ്. എല്ലാ ബൂത്തുകളിലും കയറുമ്പോൾ നമുക്ക് അനുകൂലമായൊരു പ്രതികരണമുണ്ട്. പോസിറ്റീവാണ്. ഉറപ്പായും കൂത്തുപറമ്പ് UDFനൊപ്പമാണ്. എന്തായാലും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അതിൻ്റെ ഒരു തരംഗം കൂത്തുപറമ്പിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാൽ സെന്റർ പുത്തൂർ LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി നേതാക്കളോടൊപ്പം ബൂത്തുകൾ സന്ദർശിച്ചത്. NDA മികച്ച മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുമെന്ന് അഡ്വക്കേറ്റ് ഷിജിലാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ BJP NDA ഉന്നയിക്കുന്നത് വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണ പദ്ധതിയാണ്. ഇത് സംരക്ഷിക്കാൻ NDAക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തെ പറ്റി പറയുമ്പോൾ വളരെ പുറകിൽ നിൽക്കുന്ന വികസനത്തിന്റെ കാര്യത്തിൽ വളരെ പുറകിൽ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. പല ആശുപത്രിയുടെ കാര്യമായാലും റോഡിന്റെ കാര്യമായാലും ഗതാഗത കുരുക്കായാലും അങ്ങനെ നിരവധി വിഷയങ്ങൾ ജനങ്ങൾ ഇപ്പോൾ തന്നെ ജനങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ജനങ്ങളോട് പറയുന്ന സമയത്ത് ഇതിനൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു വികസിത കൂത്തുപറമ്പ് സൃഷ്ടിക്കാൻ NDAക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയപ്രതീക്ഷയാണ് BJPക്ക് NDAക്ക്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. KP മോഹനൻ MLA പുത്തൂർ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് LDF മൂന്നാം തവണയും അധികാരത്തിലേറുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം KP മോഹനൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. KP മോഹനൻ MLA പുത്തൂർ LP സ്കൂളിൽ 102 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. LDF ശക്തമായി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് KP മോഹനൻ MLA വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിണറായി സർക്കാരിന്റെ ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നും KP മോഹനൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ്. ജനങ്ങളുടെ ആഗ്രഹവും അതുതന്നെയാണ്. അതിനനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം എല്ലാ വിഭാഗം ജനങ്ങളും അവരുടെ നെഞ്ചേറ്റിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നിൽക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. എല്ലാ അർത്ഥത്തിലും ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഭരണം നല്ല രീതിയിൽ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പോളിങ്ങും അതോടൊപ്പം എല്ലാം തന്നെ നല്ല നിലയിൽ തന്നെ നടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ സൈനുൽ ആബിദ്ദീൻ മൊകേരി ശിവവിലാസം LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ UDF അധികാരത്തിലേറുമെന്ന് സൈനുൽ ആബിദ്ദീൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ സൈനുൽ ആബിദ്ദീൻ സഫാരി മൊകേരി ശിവവിലാസം LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ സീനത്ത് നെച്ചോളി, മകൾ സഫീദ സൈനുൽ ആബിദ്ദീൻ, ഭാര്യ സഹോദരൻ റിയാസ് നെച്ചോളി എന്നിവരോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് UDF അധികാരത്തിലേറുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സൈനുൽ ആബിദ് പറഞ്ഞു. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത വോട്ടർമാരോട് പറയാനുള്ളത് സ്ഥാനാർത്ഥികളെ നോക്കിയല്ല, അവനവൻ്റെ ഫ്യൂച്ചർ, സെൽഫ് ഫ്യൂച്ചറും കേരളത്തിൻ്റെ ഫ്യൂച്ചറും വികസനവും കണ്ട് വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയാണുള്ളത്. അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വകാര്യ നിമിഷത്തിൽ ഈ ഒരു അവകാശം ശരിക്കും സൂക്ഷിച്ച് ഫ്യൂച്ചർ കണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ മക്കളെ ഒക്കെ ഫ്യൂച്ചർ കണ്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായിരുന്നാലും നല്ല റിസൾട്ട് ഉണ്ടാവും പ്രതീക്ഷയാണ്. കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവട്ടെ. എല്ലാ ജനങ്ങളും അത് മനസ്സിലാക്കി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും അവർ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണ്ടേ. കാരണം കഴിഞ്ഞ 10 വർഷമായി ഭരണം നടത്തി പോകുന്ന ഒരാളുകൾക്ക് ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് പോസിറ്റീവായി പറയാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ സാധ്യത കൂടി മനസ്സിലാക്കണമല്ലോ. എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷം അവർ നടത്തി കൊണ്ടുപോയത്, എന്താ അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് അതൊരു പ്രതീക്ഷ മാത്രമാണ്. ഇത്തവണ കന്നി വോട്ടർമാരെ കാത്തിരുന്നത് മധുരമുള്ള വോട്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇത്. മധുരമുള്ള വോട്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായാണ് കന്നി വോട്ടർമാർക്ക് മധുരം നൽകിയത്. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ അണിയാരം സൗത്ത് LP സ്കൂളിലെ 191, 192 ബൂത്തുകളിലെ BLOമാരായ MP ജിതേഷ്, നൌഷാദ് അണിയാരം എന്നിവരാണ് കന്നി വോട്ടർമാർക്ക് ഹൽവ വിതരണം ചെയ്തത്. F-Lite മെൻസ് ഫാഷൻ സ്റ്റോറാണ് ഹൽവ സ്പോൺസർ ചെയ്തത്. കന്നി വോട്ടർമാർക്ക് ഇത് കൗതുകമായി മാറുകയും ചെയ്തു. യുവാക്കളെ തെരഞ്ഞെടുപ്പിലേക്ക് ആകർഷിക്കാനാണ് ഈ നടപടി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. 4.66 ലക്ഷത്തിലധികം വരുന്ന കന്നി വോട്ടർമാരാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. കേരളത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ജൻസി വോട്ടർമാർ നിർണായക ഘടകമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U ഗാൽക്കർ പ്രസിദ്ധീകരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 4,66,408 കന്നി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഇവർ ഓരോ സ്ഥാനാർത്ഥിയുടെയും വിധി നിർണ്ണയത്തിൽ പ്രധാന പങ്ക് വഹിക്കും. ഇതുകൂടി കണക്കിലെടുത്താണ് കന്നി വോട്ടർമാരെ മധുരം നൽകി സ്വീകരിച്ചത്. വോട്ടർമാർക്ക് വേറിട്ട കാഴ്ചയായി പിങ്ക് ബൂത്ത്. പോളിംഗ് കവാടവും മറ്റും പ്രത്യേകമായി പിങ്ക് നിറത്തിൽ അലങ്കരിച്ചാണ് പിങ്ക് ബൂത്ത് സജ്ജീകരിച്ചത്. ഓരോ മണ്ഡലത്തിലും 2 ബൂത്തുകൾ വീതമാണ് സജ്ജമാക്കിയത്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ 2 ബൂത്തുകളാണ് പിങ്ക് ബൂത്തുകളായി സജ്ജീകരിച്ചത്. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 127 നമ്പർ ബൂത്തും കോട്ടയം മലബാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തുമാണ് പിങ്ക് ബൂത്തായി സജ്ജീകരിച്ചത്. പോളിംഗ് കവാടവും മറ്റും പ്രത്യേകമായി പിങ്ക് നിറത്തിൽ അലങ്കരിച്ചാണ് പിങ്ക് ബൂത്താക്കി മാറ്റിയത്. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിസൈഡിംഗ് ഓഫീസർ C ബിജൌനയുടെ നേതൃത്വത്തിലുള്ള വനിതാ ടീമാണ് പോളിംഗ് ബൂത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിർവഹിച്ചത്. CP പ്രസീദിയാണ് ബൂത്ത് ലെവൽ ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ, NSS വാളണ്ടിയർ, പോലീസ് ഉദ്യോഗസ്ഥ തുടങ്ങി എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ സ്ത്രീകളാണ്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ കോട്ടയം മലബാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ 2 ബൂത്തുകളാണ് പിങ്ക് ബൂത്തായി പ്രവർത്തിച്ചത്. കണ്ണൂർ ജില്ലയിൽ ആകെ സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള 15 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ 30ാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് അനുബന്ധിച്ച് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് 60 ലക്ഷം രൂപ നൽകി. ക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ പ്രവൃത്തികൾ നടന്നുവരവെയാണ് വലിയൊരു സാമ്പത്തിക സഹായം ക്ഷേത്രത്തെ തേടിയെത്തുന്നത്. വെള്ളിയാഴ്ചയാണ് അനന്ത് അംബാനിയുടെ 30ാം പിറന്നാൾ.
രാജ്യത്തെ പ്രമുഖ വ്യവസായിയായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകനായ അനന്ത് അംബാനി തൻ്റെ പിറന്നാൾ ദിനം ആത്മീയതയും ദാനധർമ്മവും നിറഞ്ഞ ഒരു പ്രത്യേക ദിനമായി മാറ്റി. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി 60 ലക്ഷം രൂപയാണ് അദ്ദേഹം സംഭാവനയായി നൽകിയത്. നാളുകളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഈ സഹായം വലിയ ഉണർവും പ്രതീക്ഷയും നൽകുന്നതായി ക്ഷേത്രം ഭാരവാഹികളും പറഞ്ഞു. ദൈവഹിതം പോലെ തന്നെയാണ് ഈ സഹായം ലഭിച്ചതെന്നും ശ്രീരാമസ്വാമിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും അനുഗ്രഹം അനന്ത് അംബാനിക്കും കുടുംബത്തിനും എന്നുമുണ്ടാകുമെന്ന് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ജീർണോദ്ധാരണ കമ്മിറ്റി ജനറൽ കൺവീനർ പ്രദീപ് കുമാർ, ക്ഷേത്രം ഊഴക്കാരൻ ഇ ജയറാം, ക്ഷേത്ര കോയ്മ ഗോവിന്ദൻ മൂസത്ത് എന്നിവർ പറഞ്ഞു. ഇന്ന് ഏപ്രിൽ 9 മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം പ്രമാണിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് അദ്ദേഹം സ്പെഷ്യൽ വഴിപാടുകൾ, പ്രത്യേക വഴിപാടുകൾ, നിറമാല, ദേവിക്ക് നിറമാല, ഗണപതി ഹോമം മുതലായ വഴിപാടുകൾ, പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ നടത്തി ശ്രീരാമസ്വാമിക്കും ആ അമ്പലത്തിലേക്കും ശ്രീ ആഞ്ജനേയ സ്വാമിയുടെ ഇഷ്ടനിവേദ്യമായ അവരിലേക്ക് അറിയിച്ചു. നമുക്ക് അത് മാത്രമല്ല, അദ്ദേഹത്തിനെ അറിയിച്ചതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ജീർണോദ്ധാരണ പ്രവർത്തനം നടന്നു വരികയാണ്. തിരുവങ്ങാട് അമ്പലത്തിൽ വലിയൊരു തുക ഇതിന് ആവശ്യമാണെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു 60 ലക്ഷം രൂപ ഇന്ന് നമ്മളെ ജീർണോദ്ധാരണ സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ എല്ലാ സക്സസിനും എല്ലാ വിജയങ്ങൾക്കും ഈ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ശ്രീ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ ക്ഷേത്ര ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ പേരിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ തിരുവങ്ങാട് ശാഖയിലെ അക്കൗണ്ടിലേക്ക് 60 ലക്ഷം രൂപ എത്തി. ഈ വലിയ സഹായം ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗം നൽകുമെന്ന് ഭക്തരും പ്രതീക്ഷിക്കുന്നു. ഇതിനു മുൻപ് തളിപ്പറമ്പിലെ പ്രശസ്തമായ രാജരാജേശ്വരി ക്ഷേത്രത്തിനും ഏകദേശം 1 കോടി രൂപ സംഭാവനയായി നൽകിയതിലൂടെ അനന്ത് അംബാനി തൻ്റെ ആത്മീയ ബന്ധവും സാമൂഹിക ഉത്തരവാദിത്വവും തെളിയിച്ചിരുന്നു. പിറന്നാൾ ആഘോഷങ്ങളെ സമൂഹ സേവനത്തിനും ആത്മീയതയ്ക്കുമായി മാറ്റി നിർത്തിയ അനന്ത് അംബാനിയുടെ ഈ പ്രവൃത്തി സമ്പത്തിനൊപ്പം മനസ്സിൻ്റെ വലിപ്പവും പങ്കിടലിൻ്റെ മഹത്വവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രചോദനകരമായ മാതൃകയാണ്. തലശ്ശേരി കുഴുപ്പങ്ങാട് SS റോഡിൽ ദിയയിൽ PK ദിവാകരൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. റിട്ടയർഡ് അധ്യാപിക AK പ്രസന്നയാണ് ഭാര്യ. രാഹുൽ, രാഖ എന്നിവർ മക്കളാണ്. വന്ദന, പ്രദീപ് എന്നിവർ മരുമക്കളാണ്. പരേതനായ പ്രഭാകരൻ ഏക സഹോദരനാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് കണ്ടിക്കൽ നിദ്രാതീരം ശ്മശാനത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തുടർഭരണമോ ഭരണമാറ്റമോ എന്നറിയാൻ ഇനി 25 ദിവസത്തെ കാത്തിരിപ്പ്. ജനഹിതം പെട്ടിയിലായതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. മാഹിയിൽ വോട്ടിംഗ് സമാധാനപരം. സജ്ജീകരിച്ചത് 31 പോളിംഗ് സ്റ്റേഷനുകൾ. കഴിഞ്ഞ 10 വർഷം ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തതെന്നും ആ യാത്ര തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2021 ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി. തുടർഭരണം ഒരിക്കലും അനുവദിക്കില്ലെന്നും UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നും കെ സുധാകരൻ MP. വിജയം 100% ഉറപ്പാണെന്നും KS. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.